കേരളത്തിലെ പൗരാണിക കലയായ ചവിട്ടുനാടകം കേരളത്തിൽ നിന്ന് അന്യം പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഈ ഐറ്റം ചവിട്ടുനാടകം ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിലും നമ്മുടെ നാടിൻ്റെ കൊച്ചിയുടെ തിലകക്കുറിയായി മാറി ചവിട്ടുനാടകം അവതരിപ്പിക്കാൻ സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. എല്ലാവരും ഒന്ന് പേര് പറഞ്ഞേ. ഗായത്രി, ഏഞ്ചല, വൈഗ, അമൃത, മാഗ്ദലൻ, എയ്ന, നിയത, ശ്രദ്ധ, ജുവൽ, ഏഞ്ചലിന. എല്ലാവരും സംഘനൃത്തവും നാടകവും അതുപോലെ മറ്റു മത്സരങ്ങളൊക്കെ ഇത് ചെയ്തപ്പോൾ ചവിട്ടുനാടകം നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാര്യം എന്താണ്? അത് ഇന്നേവരാരും കളിക്കാത്തൊരിതാണ്. നമുക്ക് ഇപ്പോഴൊക്കെ കളിക്കാൻ പറ്റുള്ള ഈ സാധനം. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി വരുന്ന കാണാതെ വരുന്ന ഒരു കലാപ്രകടനമാണ് ചവിട്ടുനാടകം എന്നുള്ളത്. അപ്പോൾ തമിഴ് ഇതിലല്ലേ കളിക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിലാണോ നിങ്ങൾ കളി? മലയാളത്തിലാണ്. തമിഴിൽ നിന്ന് മൊഴിമാറ്റി മലയാളത്തിലാക്കിയിട്ട് കളിക്കുന്നത്. എന്ത് തോന്നി? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഇന്നവരാരും അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ഇതാണ്. അങ്ങനെ അഭിമാനമുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും നേരത്തെ ചവിട്ടുനാടകം അവതരിപ്പിച്ചിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിലും ഇവിടെ നിന്ന് മട്ടാഞ്ചേരി ഉപജില്ലയിൽ നിന്ന് മത്സരിച്ച് വിജയികളായവരാണ്. അവർ അത് റവന്യൂ ജില്ലയിലും പോയി മത്സരിച്ചിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും മികവ് പുലർത്തിക്കൊണ്ടാണ് ഇവർ ഈ ഒരു വേദിയിൽ വീണ്ടും അവതരിപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത്. ഏതാണ് നിങ്ങൾ ഇന്ന് അവതരിപ്പിച്ച കഥ? ക്ലിയോപാട്ര. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു അവതരിപ്പിച്ചത്? ഇത് തന്നെയായിരുന്നു. ആരാണ് നിങ്ങളുടെ ഇതിന് ചവിട്ടുനാടകം അഭ്യസിപ്പിച്ചത്? ആരാണ്? സിസ്റ്റർ ഡാനിയാണ് നേതൃത്വം നൽകിയത്. മിസ്സുമാരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. വീട്ടിൽ നിങ്ങൾ അവതരിപ്പിച്ച ചവിട്ടുനാടകം കളിക്കാൻ പോകുന്ന വീട്ടിലുള്ള റെസ്പോൺസ് എന്തായിരുന്നു? ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒത്തിരി ദിവസം പ്രാക്ടീസ് ചെയ്തു. എത്ര ദിവസത്തോളം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിപ്പോൾ? ഒരു വർഷത്തെ പ്രാക്ടീസിനൊടുവിലാണ് ഇവർ ഇന്ന് ഇപ്പോൾ ഒന്നാം സ്ഥാനം എ ഗ്രേഡും ഒക്കെ കരസ്ഥമാക്കിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ പ്രേക്ഷകരായിട്ട് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പ്രകടനത്തിൻ്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കാണാം. ഈ മണ്ണും വിണ്ണും ഇപ്പോൾ സകല ചരാചരങ്ങളെയും, ഈ മണ്ണും വിണ്ണും ഇപ്പോൾ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു, സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു, സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടിടുന്നു, സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രങ്ങൾ പാടി തൈത്താം തെയ്യത്താം തത് ഈ കലാസദസ്സിൽ വന്ന ബഹുമാന്യ ജനതകൾക്കും, ഈ കലാസദസ്സിൽ വന്ന ബഹുമാന്യ ജനതകൾ ഈ കലകാരൊത്തു ചേർന്ന് മംഗളം പാടിടുന്നേ, ഈ കലകാരൊത്തു ചേർന്ന് മംഗളം പാടിടുന്നേ, ഈ കലകാരൊത്തു ചേർന്ന് മംഗളം പാടിടുന്നേ, ഈ കലകാരൊത്തു ചേർന്ന് മംഗളം പാടി തൈത്താം തെയ്യത്താം തത് തിമിർത്തതിടും കണിതകത്തം ഈ കല വിരുന്നിനാരംഭ തിരി തെളിച്ചോർക്കും, ഈ കല തിരി തെളിച്ചോർക്കും പാടിടുന്നേ ഞങ്ങൾ തന്നെളിയ മംഗളം, പാടിടുന്നേ ഞങ്ങൾ തന്നെളിയ മംഗളം, പാടിടുന്നേ ഞങ്ങൾ തന്നെളിയ മംഗളം, പാടിടുന്നേ തന്നെളിയ മംഗളം. അഖില ലോകം വാണരുളും സർവശക്തരും, അഖില ലോകരുളും സർവശക്തരും വന്ദനങ്ങളായവർക്കു മംഗളം, വന്ദനങ്ങളായവർക്കു മംഗളം. ഈ കല വീരുന്നിന തിരി തെളിച്ചോർക്കും, ഈ കല വീരുന്നിനരമ്പ തെളിച്ചോർക്കും പാടി ഞങ്ങൾ തന്നെ മംഗളം, പാടിടുന്നേ തന്നെളിയ പാടി ഞങ്ങൾ തന്നെളിയ ഞങ്ങൾ തന്നെളിയ മംഗളം തൈത്താം തെയ്യത്താം താനും തകത്താം. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഒരു എനർജി പാക്കിനെയാണ്. സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിലെ ഒരു ടീച്ചറാണ്. വളരെയധികം ആത്മാർത്ഥമായിട്ട് തുടങ്ങുന്ന ദിവസം മുതൽ അവസാനം വരെ ഒരേ എനർജി നിലനിർത്തുന്ന ഒരാളാണ്. ഇത് എനർജി നിലനിർത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ പറയുമ്പോൾ കൊച്ചിയുടെ ഒരു സ്വത്തായിട്ട്, പ്രത്യേകിച്ച് സെയിൻറ്റ് ഡൊമിനിക് സ്കൂളിൻ്റെ ഒരു കലാ കുടുംബമാണിത്. കാരണം ജോമോൾ, ടിജോ, അതുപോലെ തന്നെ ഏഞ്ചല, ഇവർ ഒരു കുടുംബത്തിൽ നിന്നുള്ള, ഒരു കലാകുടുംബത്തിൽ നിന്നുള്ള
ഒരു ഗ്രൂപ്പാണ് ഇവിടെ നമ്മളുടെ ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത്. എന്തിനെല്ലാമാണ് ഇവർ പങ്കെടുത്തത്? ബാൻഡ് മേളത്തിലും ചവിട്ടുനാടകത്തിലും. ചവിട്ടുനാടകത്തിലും. ഈ മത്സരത്തിന് പോയിട്ട് സമ്മാനം എങ്ങനെയാണ്? രണ്ടിനും ഫസ്റ്റ് എ ഗ്രേഡ്. രണ്ടിനും ഫസ്റ്റ് എ ഗ്രേഡ്. ഇതിനു മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു നിങ്ങൾ? സ്റ്റേറ്റ് വരെ പോയിട്ടുള്ള ഇതാണ്. കുട്ടികളെ ഒരുക്കുക, വിദ്യാർത്ഥികളെ ഒരുക്കുന്നുണ്ടപ്പോൾ സ്വന്തം മക്കളെയും, ഇരട്ട കുട്ടികളാണ്, സ്വന്തം മക്കളെയും ഇതിനുവേണ്ടി ഒരുക്കുന്നതിന് ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ജോലിയും കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ എനർജി പാക്ക് നിലനിർത്തുന്നത്? എനർജി പാക്ക് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു കാര്യത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. കാരണം എൻ്റെ മക്കളോ ഞാൻ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, അവർക്കും അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ സ്കൂളിൻ്റെ കലോത്സവം കോർഡിനേറ്റർ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അതിനോടൊപ്പം മക്കളെയും ഇതിൻ്റെ ഉള്ളിൽ പങ്കെടുപ്പിക്കാൻ പറ്റുന്നത് സന്തോഷം. ഈ കാലഘട്ടത്തിൽ പല കലകളും പുറകോട്ട് പോകുന്ന, പല പാരൻസും പുറകോട്ട് പോകുന്ന അവസരത്തിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രത്തോളം അതിനു വേണ്ടിയുള്ള എഫേർട്ട് എടുക്കുന്നത്? കുട്ടികൾക്ക് ഈ കിട്ടുന്ന അവസരം പിന്നീട് ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഈ ഒരു 1 മുതൽ 10 വരെ കുട്ടികൾ ഇങ്ങനെ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന അവസരങ്ങൾ പിന്നീട് അവർക്ക് ജീവിതത്തിൽ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അവർക്ക് ഈ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി എല്ലാ പാരൻസും തന്നെ പ്രയോജനപ്പെടുത്തണം. കാരണം ഇപ്പോൾ ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കറിയാം കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താം. അവർക്ക് കിട്ടുന്ന സപ്പോർട്ട്, സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ HMൻ്റെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലുത്. സിസ്റ്ററിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ അറിയാൻ പറ്റും. ആ കുട്ടികൾ നമ്മളോട് ഇപ്പോൾ എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെയിൻറ്റ് ഡൊമിനിക്സ് കിട്ടുന്ന സപ്പോർട്ട് പുറത്ത് പോകുമ്പോൾ കിട്ടുന്നില്ല. +1 +2 ഒക്കെ പോകുമ്പോൾ അവർ നടക്കണം. ഇത് ഞങ്ങളെ എല്ലാ ടീച്ചേഴ്സും ഞങ്ങളുടെ സിസ്റ്ററായ HMമായ സിസ്റ്റർ ഡാനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ മേന്മ. നമുക്കൊരു സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് ഏത് നിലയിലും എത്താൻ പറ്റും. കല ജോമോള് ഇതിനു മുമ്പ് സ്കൂൾ കലോത്സവ വേദിയിലൊക്കെ ഉണ്ടായിരുന്നു? പഠിക്കണ കാലത്ത് കുറവായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സ്കൂളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. 20 വർഷവും കലോത്സവത്തിൻ്റെ പുറകെ നടക്കുന്നു. 20 വർഷവും കോർഡിനേറ്ററായിട്ട് പോകുന്നു. 20 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ജോമോൾക്കുള്ളത്. വളരെ നല്ലത്. ഓരോ മത്സരത്തിലും പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന കലാപരമായ കഴിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, പലരും ഫേസ് ചെയ്യുന്നത് സാമ്പത്തിക ഭദ്രത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക്? ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫിനാൻഷ്യലായിട്ട് കുറച്ച് സപ്പോർട്ട് വേണം. അതിൽ നമ്മുടെ പാരൻസും ഞങ്ങളുടെ HMമായ സിസ്റ്ററും കൂടെ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. കുട്ടികൾക്ക് പൈസ ഇല്ലെന്നുള്ള പേരിൽ ഒരു കുട്ടിയും ആ കുട്ടികളുടെ കഴിവ് നഷ്ടപ്പെടുത്തി പോരുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളുടെ സിസ്റ്റർ ഒത്തിരി ഐറ്റംസ് നമ്മൾ കുട്ടികളിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാണ്ടാണ് നമ്മൾ സ്കൂളിൽ ഇത് കയറ്റണത്. ഇപ്പോൾ ഇവർ പഠിച്ച് ചവിട്ടുനാടകം തന്നെ എല്ലാം സ്കൂളിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മികച്ച ഒരു പിന്താങ്ങായിട്ടാണ് ഇവർ പറഞ്ഞതുപോലെ തന്നെ മറ്റു സ്കൂളുകളിൽ നിന്ന് ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് മറ്റു സ്കൂളുകളിൽ കിട്ടാത്ത എന്തോ ഒരു വലിയൊരു രീതിയിലുള്ള സപ്പോർട്ടാണ് സെയിൻറ്റ് ഡൊമിനിക് സ്കൂൾ കൊടുക്കുന്നതാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. റവന്യൂ ജില്ലയിലും മറ്റ് സംസ്ഥാന തലത്തിലുമൊക്കെ പോയി മത്സരിക്കാനായിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാം പുളകിതയാമിനീം ഫുല്ലകുസുമിത ദ്രുമദളശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം തഗദൈ തഗദൈ തഗദഗദോം തഗദിത് ദിത്തഗദൈ തഗദിഗുദൈ വാസുദേവപുരം തന്നിൽ വാസുദേവപുരം തന്നിൽ വാണരുളും ജഗന്നാഥൻ വാസുദേവപുരം തന്നിൽ വാണരുളും ജഗന്നാഥൻ വാസുദേവപുരം തന്നിൽ വാണരുളും ജഗന്നാഥൻ തഗദൈ തഗദൈ തഗദഗദോം തഗദിത് ദിത്തഗദൈ തഗദിഗുദൈ വാസുദേവൻ കനിവോടെ വാസുദേവൻ കനിവോടെ തുണച്ചിടേണം വാസുദേവൻ കനിവോടെ തുണച്ചിടേണം വാസുദേവൻ കനിവോടെ തുണച്ചിടേണം തഗദൈ തഗദൈ തഗദഗദോം തഗദി ദിത്തഗദൈ തഗദിഗുദൈ ശങ്കരനെ തൃണത്തോളം തൈ തൈ തഗദൈ തൈ ദോ ശങ്ക
ശങ്കയില്ലാതൊരു നിന്റെ ശങ്കരനെ തൃണത്തോളം ശങ്കയില്ലാതൊരു നിന്റെ ശങ്കരനെ തൃണത്തോളം ശങ്കയില്ലാതൊരു നിന്റെ തകതൈ തകതൈ തകതകതോം തകതി. ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വഞ്ചിപ്പാട്ടിന് 1ാം സമ്മാനം നേടിയ വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത്. വളരെ മനോഹരമായിട്ട് നിങ്ങൾ പാടിയല്ലേ? ഉറപ്പാണോ? അതുകൊണ്ടല്ലേ 1ാം സമ്മാനം ലഭിച്ചത്. എങ്ങനെയാ നിങ്ങൾ ആരാണ് നിങ്ങൾ ഇതിനൊക്കെ ഒരുക്കിയത്? ആരൊക്കെ ഒരുക്കിയത് ഞങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ മിസ്സുമാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പാരൻസും മിസ്സുമാരും എല്ലാവരും കൂടി നല്ല സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക്. ഈ വഞ്ചിപ്പാട്ട് മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ, വഞ്ചിപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇനമാണല്ലോ, അതിന് പങ്കെടുക്കുമ്പോൾ എന്തായിരുന്നു അതിനുള്ള ഒരു പ്രചോദനം? എന്തായിരുന്നു? അല്ല, ഞാൻ പോയിട്ടുണ്ട്, മുമ്പ് പഠിച്ച സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയണ, കുറച്ചും കൂടി ഗൂസ് പംസ് ഒക്കെ വന്ന സാധനമാണ്. അപ്പോൾ ഒരു എനർജി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതെടുത്തത്. പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് എന്താണ് ആറന്മുള ശൈലിയായിരുന്നു രണ്ടും, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടനാട ശൈലി. കിട്ടിയപ്പോൾ സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പം മട്ടാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിലെ കുട്ടനാടൻ ശൈലിക്കാണ് ഇപ്പോൾ ഹൈസ്കൂളിൽ 1ാം സമ്മാനം ലഭിച്ചത്. അപ്പോൾ അതെന്താണ് അങ്ങനെ വരാനായിട്ട് കാരണമൊന്നും വല്ലതും തോന്നുന്നുണ്ടോ? കുട്ടനാടൻ ശൈലി ഭയങ്കര പവറൊക്കെ കൂടുതലാണ് ആറന്മുള ശൈലിനെക്കാട്ടും. അപ്പോൾ നമ്മൾ ആ പവറൊക്കെ എടുത്ത് പാടുമ്പോൾ അതുകൊണ്ടായിരിക്കാം കുട്ടനാടൻ ശൈലി. ആ പവറിനുള്ള കുത്തായിരുന്നോ ഇത്? വേറെ എന്ത് പറയുന്നു ഇതിന് ഒരുങ്ങിയപ്പോൾ? സന്തോഷം. എന്താ മോളുടെ പേര്? എല്ലാരും ഒന്ന് പരിചയപ്പെടണ്ടേ നമുക്ക്? എന്താ മോളുടെ പേര്? ആദിത്യ. ആദിത്യ. ഏഞ്ചൽ. അമ്ന. കൃഷ്ണനന്ദിത. അനുഗ്രഹ. ജസീന്ത. അനഘ. പവിത്ര. അൻവിയ. അവന്തിക. അവന്തിക. അപ്പോൾ കൊള്ളാം, നിങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചു, ഏറ്റവും മുൻപന്തിയിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. ഈ ഒരു കൂട്ടായ്മയാണ്, ഇവരുടെ ഐക്യമാണ് ഇതിന് ഇവരെ ഈ സമ്മാനം നേടുവാനായിട്ട് സഹായിച്ചത്. ഇനിയും നിങ്ങളുടെ റവന്യൂ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ സമ്മാനം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. കുട്ടനാടൻ ശൈലിയിൽ വീണ്ടും നമുക്കൊന്നും കൂടെ ആവേശത്തോടു കൂടെ പാടാം. പാടിക്കോ. തകതൈ തകതൈ തകതകതോം തകതി ദിത്തകതൈ തകതി ഗുദൈ. കവിതയ്ക്കാണ് 1ാം സമ്മാനം ലഭിച്ചത് അല്ലേ? ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സെന്റ് സെബാസ്റ്റ്യൻ. ഗോഡ്വിൻ അല്ലേ? മലയാളം കവിത. കവിത ഒന്ന് ചൊല്ലിയേ. തല കുനിച്ചു ഞാൻ നിൽക്കുന്നു, കാലിലെ കയറഴിച്ചോളൂ, പാഞ്ഞു പോവില്ല ഞാൻ വെറുതെ ഈ ശിരോലങ്കാരം, ഈ ദിവ്യഫലിതം എൻ കൊമ്പ് വേണ്ടതെല്ലും ഭയം. വെറുതെയാണീ കുളമ്പുകൾ, പുല്ലിലെ പുഴുവിനെ കാൺകെ മാറി ചവിട്ടുവോർ. വെറുതെ പല്ലുകൾ കാടിക്കടിയിലെ തവിടു ചേരുവാൻ, വൈക്കോൽ ചവയ്ക്കുവാൻ. അവയിലില്ല മെരുങ്ങാത്ത നായിൻ്റെ നിണമൊലിക്കുന്നൊരാർത്തികൾ മൂർച്ചകൾ. മുഖമടച്ചിനിക്കട്ടേണ്ടലറുവാൻ കടുവയില്ല, നിലവിളിക്കില്ല ഞാൻ. ചരടിടേണ്ടെൻ്റെ മൂക്കിൽ മതം പൊട്ടി അലയുകില്ല നിൻ കൽപ്പനക്കപ്പുറം. ആരുടെ കവിതയാണിത്? ശ്രീ സച്ചിദാനന്ദൻ്റെ. സച്ചിദാനന്ദന്റെ കവിത. ഈ കവിത തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്താ? അത് മിസ് തന്നേക്കാനായിരുന്നു. അപ്പോൾ ഞാൻ മിസ് കുറച്ച് കവിത ഇട്ടിട്ടുണ്ടാണ്. അതിൽ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ കവിത. ആരാണ് ഇതിന് പ്രാക്ടീസ് എല്ലാം തന്നത്? അത് വീട്ടിൽ നിന്ന് പാരൻസ് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്, പിന്നെ സ്കൂളിൽ വരുമ്പോൾ മിസ്സുമാരും സ്കൂളിൽ പാടിപ്പിച്ച്. തൊപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. കവിതയോടൊക്കെ ഇഷ്ടമുണ്ടോ? ആരുടെ കവിതയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരുടെ കവിതയാണ്? പുനലൂർ ബാലൻ്റെ കവിതകൾ എപ്പോഴും വായിക്കാറുണ്ടോ? പാടാറുമുണ്ട്, വായിക്കാറുമുണ്ട്. ആരാണ് ഈ കവിതയ്ക്കുള്ള ഇതെല്ലാം ചെയ്തു തരുന്നത്? അത് ജോസ്മിൻ്റെ സ്കൂളിലത്തെ മിസ്സാണ്. മ്യൂസിക് മിസ് ജോസ്മിൻ. ഇതിനു മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? കുറേ മത്സരമുണ്ട്. കഴിഞ്ഞ വർഷം എനിക്കും കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയത്. ഇത് 2ാം പ്രാവശ്യമാണ്. 2ാം പ്രാവശ്യം. അപ്പോൾ കൊള്ളാം, അഭിനന്ദനങ്ങൾ. ഇനിയും ഒരു നല്ലൊരു കവിയായിട്ട് വളർന്നു വരട്ടെ. കവിത എഴുതാറുണ്ട്?
കവിത ഇല്ല, എഴുതാറില്ല. എഴുതണം ഇനി ആ. കവിത എഴുതണം, കവിത ചൊല്ലണം. ആ. ഓക്കെ, ആ. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ.